ഇന്നുണ്ടല്ലോ നമുക്കിവിടെ ചാളയാണ് വാങ്ങിച്ചത്. അപ്പോൾ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കിട്ടി. പരിഞ്ഞിൽ. ഞങ്ങളിവിടെ പരിഞ്ഞിലിനാണ് പറയുന്നത്. ചിലർ മുട്ടയെന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങളിവിടെ പരിഞ്ഞിലിനാണ് പറയുന്നത്. മുട്ടയുണ്ട്. മുട്ടയെന്ന് പറയും മറ്റേ ബോൾ കണക്കിരിക്കത്തില്ലേ, കുഞ്ഞു കുഞ്ഞു മണി പോലെ. അതിന് ഞങ്ങൾ മുട്ടയെന്ന് പറയും. ഇതിന് ഞങ്ങൾ പരിഞ്ഞിലിനാണ് പറയുന്നത്. അപ്പം ഇത് കുറേ പേര് തോരൻ വെക്കുന്നതും കുറേ സാധനമൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ തോരൻ പോലെയൊക്കെ ആക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അമ്മയാണെങ്കിൽ ഇതും വെച്ചൊരു സനാപ്പി ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ സാധനം ഞാൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അമ്മയുടെ ഇത്തിരി പരിഞ്ഞിലുണ്ടാക്കി തരാൻ പറയുമ്പോൾ ഭയങ്കര ഷോയുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഷെഫ് അതുല്യ തന്നെ ഇറങ്ങലേ വല്ലതൊക്കെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് അമ്മ വേറെ ഏതോ കറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന തേങ്ങ ഞാനിങ്ങ് എടുത്തു. എനിക്ക് പരിഞ്ഞിലുണ്ടാക്കി തരാൻ പറഞ്ഞാൽ ഉണ്ടാക്കി തരാത്തതിൻ്റെ ശിക്ഷയായിട്ട്. ഇതെന്ത് സംഭവം എന്നൊന്നും വിചാരിക്കരുത്. എനിക്ക് ഇങ്ങനെ ഉള്ളതാണ് ഈ പൂ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് അച്ഛമ്മയുടെ വീട്ടിൽ നിന്ന് അടിച്ച് മാറ്റിക്കൊണ്ടൊന്ന് നട്ടു വെച്ച സാധനമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേങ്ങ നമ്മുടെ അമ്മ എന്തിനെങ്കിലുമൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങയാണെങ്കിൽ സൂപ്പർ ബെസ്റ്റ്. അപ്പം നമ്മുടെ അമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം നമുക്ക് സ്വന്തമായിട്ട് അരിഞ്ഞ് ഉണ്ടാക്കാം. പാൻ അടുപ്പത്തോട്ട് വെക്കുക, തീ അങ്ങോട്ട് കത്തിക്കുക. തീ കത്തിയോ നമ്മൾ കുഞ്ഞു നോക്കണം. കാരണം 2-3 വട്ടം ഞാൻ തീ കത്തിയെന്നും വിചാരിച്ച് അപ്പുറം പോയിട്ട് വാട വന്നപ്പോഴാണ് തീ കത്തിയില്ലെന്ന് മനസ്സിലായത്. നമ്മൾ പാത്രം വെച്ച സ്ഥിതിക്ക് നമ്മൾ പാത്രം വെക്കുന്നതിന് അത് എൻ്റെ സൈക്കോ അമ്മയാണ്. എൻ്റെ സൈക്കോ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പാത്രം വെക്കുന്നതിന് മുന്നേ വെള്ളം ഒഴിക്കണം. പക്ഷെ ഞാൻ പാത്രം വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നത് കാരണം ഞാൻ പ്ലേറ്റ് വെച്ച് പോയി. അത് കഴിഞ്ഞ് എടുത്തുകൊണ്ട് വരാൻ മാത്രം ഉള്ള എനിക്ക് അത്രയ്ക്ക് മടിയായതുകൊണ്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വെള്ളം കുറച്ച് കൂടിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് വെള്ളം വറ്റിച്ച് കളയാൻ പറ്റും. അപ്പൊ എന്താ എന്റെ പാചകം കണ്ട് ബോധം കെട്ട അമ്മ രംഗത്തോട്ട് ഇറങ്ങാന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് അമ്മയുടെ പാചകം കാണാം. നമ്മുടെ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടും പരിഞ്ഞിലെടുത്ത് അതിനകത്തോട്ട് തട്ടി. പാവം മീൻ കുഞ്ഞുങ്ങള് കഷ്ടം. എന്നാലും ടേസ്റ്റ് ആണ്, നമ്മളങ്ങ് തിന്നു പോകും. പ്രത്യേകിച്ച് ഞാൻ. മീൻ കുഞ്ഞോ? ഇതിന് മീൻ കുഞ്ഞല്ലാതെ മീൻ്റെ അമ്മയാണ്. കുറച്ച് വെള്ളം കൂടിപ്പോയി. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ കൂടിപ്പോയി. അമ്മമാരെന്തോ ചെയ്യണം, വെള്ളം കുറച്ച് കൂടിപ്പോയി അമ്മമാരാ വെള്ളം എടുത്ത് കളയണം. എൻ്റെ അമ്മ അതിനകത്തോട്ട് പരിഞ്ഞിലെടുത്തങ്ങ് ഇട്ടിട്ട് തന്നെത്താൻ അതങ്ങ് വറ്റിക്കോളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. വറ്റിയാൽ കൊള്ളാം. പരിഞ്ഞിൽ കുഞ്ഞിതായിട്ടൊന്ന് തിളച്ചപ്പോഴത്തേക്ക് അതിനകത്ത് തേങ്ങ തട്ടിയിട്ട് കുറേ നേരം കൊണ്ട് തട്ടുക. ഇതുവരെ തട്ടി തീർന്നില്ല. വീണ്ടും തട്ടിക്കൊണ്ടിരുന്നിട്ട് അങ്ങോട്ട് ഇളക്കുക. തേങ്ങ തട്ടി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി എന്ന് പറഞ്ഞാൽ കണ്ണ് വെക്കാതിരിക്കാൻ ഒരു നുള്ളെണ്ണ. എന്നിട്ട് അമ്മ അങ്ങോട്ട് മാറിയ സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് വേണമെങ്കിൽ അതിനകത്ത് ഒരെണ്ണം നമുക്ക് ഉപ്പ് നോക്കാം. പക്ഷെ അമ്മ അടുത്തെത്തിയോണ്ട് നമ്മൾ തൽക്കാലം ഉപ്പ് നോക്കുന്നില്ല. നമുക്ക് സ്വല്പം നേരം കഴിഞ്ഞ് വീണ്ടും ഉപ്പ് നോക്കാം. ഉപ്പിട്ടോ? ഇല്ല, പക്ഷെ ഉപ്പിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉപ്പിട്ടിട്ട് ഉപ്പ് നോക്കാം. അങ്ങനെ നമ്മുടെ പരിഞ്ഞിൽ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉപ്പ് നോക്കാം. സാധാരണ ഞാൻ എപ്പോഴും ഉപ്പ് നോക്കി ഇത് തീരാറാണ് പതിവ്. പരിഞ്ഞിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്യാമറമാൻ അതിലയോടൊപ്പം വെറുതെ നോക്കി നിന്ന അമ്മ മാതാശ്രീ അപ്പുറത്തോട്ട് മാറിയ സമയത്ത് നമുക്ക് ടേസ്റ്റ് ഒക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് നമുക്കിതിന് 2 എടുത്തിട്ട് അടുക്കള വശത്തൂടെ ഫ്രണ്ടിൽ പോയി നിന്ന് തിന്നാം. അപ്പോൾ ഞാൻ ഈ രഹസ്യമായിട്ടുള്ള മിഷൻ നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ കാണിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ സാധനം കയ്യിൽ കൊണ്ട് ബൈ കാണിക്കാൻ വയ്യ. അപ്പം ബൈ.